ഇത് നമ്മൾ പോകുന്ന വഴിയിൽ ഉള്ള ഒരു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണത്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണത്. നമുക്ക് കാണാം അവിടെ മെയിൻ റോഡ് സൈഡിലാണത്. കന്യാമറിയത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണത്. ഇവിടെ നമുക്ക് കാണാം ഒരു മരത്തിൻ്റെ താഴെ ധാരാളം ആൾക്കാർ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. പേപ്പറിന്മേലും തുണിയിന്മേലും ഇങ്ങനെ എഴുതി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഇഷ്ടംപോലെ കാണാം. ഇതൊരു മലയുടെ അടിവാരമാണത്. ഇവിടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നല്ലൊരു സ്റ്റാച്ചു ആണത്. ഇവിടെ ഇങ്ങനെ കാണാം. ഇതിൻ്റെ ചുവട്ടിലായിട്ട് അതെ ഒരുത്തൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടർക്കിയിലാണ്. പരിശുദ്ധ കന്യാമറിയം അവസാന നാളുകളിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത്. നമ്മൾ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. നമുക്ക് അതിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ വരുന്ന വഴി നമുക്ക് കാണാം കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ ദിവസം ആയതുകൊണ്ട് ആൾക്കാർ തീരെ കുറവാണ് ഇവിടെ. ഇവിടെയൊക്കെ ആൾക്കാർ ജനം അവരുടെ ആവശ്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഭവനമാണിത്. തുർക്കിയിലെ കുസഡാസി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള വേറൊരു വില്ലേജാണിത്. അവിടെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മനസ്സിൽ കത്തുന്ന കനലായി ചൊല്ലി ഞാൻ ജപമാലയെന്നും. എരിയുന്ന മനസ്സിൽ കത്തുന്ന കനലായി ചൊല്ലി ഞാൻ ജപമാലയെന്നും. നെഞ്ചുപിടഞ്ഞപ്പോൾ നെഞ്ചോടു ചേർത്ത് ഇത് നമ്മൾ ഈ കാണുന്നത് മുഴുവനും ഇവിടെ വരുന്ന ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഇതിന്മേൽ എഴുതി തൂക്കിയിടുന്നതാണ് കാണുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഓരോരുത്തരുടെയും ആവശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓരോരുത്തരായിട്ട് എഴുതി ഇട്ടിരിക്കുന്നത് പേപ്പറിലും തുണിയിലും ഒക്കെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ നിറച്ചുണ്ട്. ഇവിടെ ഇതിൻ്റെ അടുത്തുള്ള കടകളാണത്. ഓരോ
ഓരോ രഹസ്യത്തിൻ്റെയും കൊന്തകളുണ്ട് ഇവിടെ. ഇത് ഓരോ രഹസ്യം തിരിച്ച് 10 തന്മറിഞ്ഞുറമേ ഉള്ള ഒക്കെയുണ്ട്. ധാരാളം കൊന്തകളും എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ രുദ്രാക്ഷം പോലെയുള്ള കൊന്തകൾ, വലിയ കൊന്തകൾ, ചെറിയ കൊന്തകൾ ഒക്കെ എല്ലാം ഇവിടെയുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ആണ് കൂടുതൽ സ്റ്റാച്ചുവും അതുപോലെ തന്നെ തിരുക്കുടുംബത്തിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈശോയുടെ ഉണ്ട്. ഇതിനെല്ലാം അത്യാവശ്യം നല്ല വിലകളും ഉണ്ട് കേട്ടോ. ടർക്കിഷ് ബ്ലൂ നമ്മളെ ഫ്രണ്ടിലിട്ടിട്ടില്ലേ? ആ ഈശോയുടേത്. അത് മേടിക്കാം. ഓക്കെ.